പലസ്തീനിലെ ചോര കുഞ്ഞുങ്ങളുടെ രക്തമൊഴിക്കുന്ന കുഞ്ഞുങ്ങളോട് ആനുകൂല്യം കാണിക്കാനെങ്കിലും ഒരു കൃപ കാണിക്കാനെങ്കിലും ഈ ജൂത കല്യാണം നിർത്തിവെക്കാമായിരുന്നില്ലേ? 50,000 1 ലക്ഷം ആളെ വിളിച്ച് ബിരിയാണി തീറ്റിച്ച് ആ മഞ്ഞ കല്യാണം ചോപ്പ് കല്യാണം വെച്ച് ഭാര്യ മക്കളെ കൂട്ടിക്കൊണ്ടുപോയി ആൾ തട്ടകത്തിൽ സുഖിച്ച് ജപിക്കുമ്പോൾ ആ പലസ്തീനിലെ മക്കളെ നോക്കാമായിരുന്നില്ലേ? ഒരു 5 or 10 ആളെ കൊണ്ട് കല്യാണം നടത്താമായിരുന്നില്ലേ? നിങ്ങൾ കൊറോണന്റെ സമയത്ത് നടത്തിയതുമല്ലേ? നിങ്ങൾക്ക് എന്ത് താല്പര്യമാണ് പലസ്തീനോടുള്ളത്? ഞാൻ ചോദിക്കുന്നു. ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റോട്ടിലിറങ്ങി കുഴച്ചവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് താല്പര്യമാണ് അവരോട്? എന്ത് താല്പര്യമാണ് പലസ്തീനികളോടുള്ളത്? അതേപോലെ കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ ഇല്ല, ഞാൻ കല്യാണത്തിനില്ല, നിങ്ങളെ ചോപ്പ് കല്യാണത്തിനും മഞ്ഞ കല്യാണത്തിനും ഇല്ല. കോടികൾ ലോണെടുത്ത് ഹറാമിന്റെ ബിരിയാണിയും വെച്ച് പന്തല് കെട്ടി ആസ്വദിക്കുന്ന ആർഭാടത്തിന്റെ തോന്നിയവാസത്തിന്റെ ആണും പെണ്ണും ചെറുപ്പക്കാരനും ബാല്യക്കാറ്റിയും ഉദിക്കുന്ന ഈ കല്യാണം എനിക്ക് പറ്റൂല. എന്റെ പലസ്തീനിലെ മക്കൾ മരിച്ചിരിക്കുക. ഖത്തീബിന് പറയാമായിരുന്നില്ലേ? പള്ളി കമ്മിറ്റി പ്രസിഡന്റിന് പറയാമായിരുന്നില്ലേ? സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റിന് പറയാമായിരുന്നില്ലേ? സംഘടനാ നേതാക്കന്മാർക്ക് പറയാമായിരുന്നില്ലേ? ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു കാലം പല്ലവികൾ പ്രസംഗിച്ചു വിടുമ്പോൾ ഇതൊന്നും പറയാമായിരുന്നില്ലേ? ഒന്നാമതായിട്ട് ശിർക്ക് നിർത്തൂ വീട്, രണ്ടാമതായിട്ട് കല്യാണത്തിന് പോക്ക് അവസാനിപ്പിക്കൂ, ജമാഅത്ത് കമ്മിറ്റി തൽക്കാലം യുദ്ധം വീഴുന്നത് വരെ കല്യാണം ആർഭാടും വേണ്ട. മൂന്നാമത് രാത്രി 2 മണി സമയത്ത്, രാത്രി 3 മണി സമയത്ത് മുസൽമാന്റെ വീട്ടിൽ തെളിവ് തിരിച്ചറിയണം, വെളിച്ചം കത്തണം, എല്ലാ വീടുകളും 2 മണി സമയത്ത് ഉണരണം. എന്നിട്ട് അയൽവക്കത്തുള്ള ഹിന്ദു മനസ്സിനെ ചോദിക്കണം, ക്രിസ്തു മനസ്സിനെ ചോദിക്കണം, എന്താണ് നിങ്ങളുടെ വീട്ടിൽ കുറെ ദിവസമായല്ലോ 2 മണിക്ക് എണീക്കുന്നു എല്ലാവരും. അതെ, ഒന്നാം ആകാശത്തിൽ എന്റെ റബ്ബ് ഒന്നാം ആകാശത്തിൽ ഇറങ്ങും രാത്രി 2 മണി സമയത്ത് പലസ്തീനിലെ ചോര വെക്കുന്ന മക്കളോട്, മക്കളെ കരുതി എന്റെ അമ്മാനോട് ഞങ്ങളെ മക്കളും കരയുകയായിരുന്നു, ഞങ്ങളെ ഭാര്യ കരയുകയായിരുന്നു, പ്രതീക്ഷിക്കായിരുന്നില്ലേ സമുദായം? അതല്ലേ പ്രവാചകന്മാർ പഠിപ്പിച്ച ഏറ്റവും വലിയ ബോംബ്? അതല്ലേ പ്രവാചകന്മാർ പഠിപ്പിച്ച ഏറ്റവും വലിയ മിസൈൽ? സാധിച്ചോ നമ്മളെ കൊണ്ട്? പള്ളി കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും, ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും, സംഘടനാ കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും 50,000 പേരടങ്ങുന്ന ആർഭാട കല്യാണത്തിൽ മുമ്പിലത്തെ സീറ്റിരുന്നിട്ട് ബിരിയാണി തിന്നില്ല, ഒരു ഉളുപ്പുമില്ലാതെ. മാപ്പാക്കട്ടെ അള്ളാഹു സമുദായത്തിന്. ഈ നില തുടരുന്ന പക്ഷം രൂക്ഷമായ പ്രശ്നങ്ങൾ ഈ നൂറ്റാണ്ടിൽ വരാനാണ് സാധ്യത. മുസ്ലിം ഉമ്മത്ത് ഏറ്റവും ഉണർന്നില്ലെങ്കിൽ ഷഹാദത്തിൽ